ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നീറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലാണ്. അതിൽ മെയിനായിട്ട് 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? v = u + at, s = ut + ½ at സ്ക്വയർ, v സ്ക്വയർ = u സ്ക്വയർ + 2as. ഈ 3 ഇക്വേഷൻ ആണ് ഈ ചാപ്റ്ററിൻ്റെ ബേസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ശ്രദ്ധിക്കടാ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. വെൻ സ്റ്റോൺ ഈസ് അറ്റ് എ ഹൈറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്, ഇറ്റ്സ് സ്പീഡ് ഈസ് 10 m/s. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ സ്റ്റോൺ. എടാ, ഒരാൾ ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു. ഓക്കെ, കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് വരെ പോയിട്ട് അത് താഴേക്ക് വീഴും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റിൽ തന്ന 2 ഹിൻറ്റ് എന്താണ്? നമ്മുടെ ചോദ്യം മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ തന്ന ഹിൻറ്റ് എന്താണ്? പകുതി എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 m/s ആണ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. എടാ ശ്രദ്ധിക്കടാ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, ശരിയല്ലേ? എടാ, ഇവിടെ നമുക്ക് 3 ഇക്വേഷനാണ് ഉള്ളത്. v = u + at എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. s = ut + ½ at സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അടുത്ത ഏതാണ്? v സ്ക്വയർ = u സ്ക്വയർ + 2as എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എടാ, ഇതിൽ നോക്കടാ, നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? ടൈം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ നോക്കടാ, ഇതിൽ ടൈം ഉണ്ട് അല്ലേ? ടൈമുള്ള ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷനോ? ഇതിലും ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കടാ, ഇതിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആണുള്ളത്, ശരിയല്ലേ? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ഓക്കെ, മറ്റേ 2 ഇക്വേഷൻ ഇഗ്നോർ ചെയ്യാൻ കാരണം എന്താണ്? അതിൽ ടൈമിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ടൈമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നോക്കടാ, ഞാൻ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. ഏതാണ്? v സ്ക്വയർ = u സ്ക്വയർ + 2as. എടാ, ഇവിടെ നോക്കടാ, ഒരാൾ ഇവൻ കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എത്തുമല്ലോ, അതിന് ഞാൻ h എന്ന് വിളിച്ചു. ഓക്കെ, മാക്സിമം ഹൈറ്റ് h എന്ന് വിളിച്ചു. എടാ, ഈ മാക്സിമം ഹൈറ്റിലുണ്ടാകുന്ന വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും, ശരിയല്ലേ? മാക്സിമം ഹൈറ്റ് പോയിട്ട് അത് താഴേക്ക് വരികയല്ലേ ചെയ്യുക. സോ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. എടാ നോക്കടാ, ഞാൻ ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 0 സ്ക്വയർ, വെലോസിറ്റി 0 ആണ്. u ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല, അതിന് ഞാൻ u സ്ക്വയർ തന്നെ ഇട്ട് കൊടുക്കും. പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ. ഇവിടെ എന്തായിരിക്കും? ഒരു സ്റ്റോണ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ താഴേക്ക് എന്തുണ്ടാകും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, g താഴേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിടും? -g എന്നിട്ട് കൊടുക്കും. പിന്നെ s ഇവിടെ എന്താണ്? എത്ര ഹൈറ്റാണ്? എത്രയാണ് ഡിസ്റ്റൻസ്? h അല്ലേ? മാക്സിമം ഹൈറ്റ് h അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടിയടാ? 0 = u സ്ക്വയർ - 2gh എന്ന് കിട്ടി. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. കാരണം നമുക്ക് ഇത് വെച്ച് സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താടാ, ഇതിൽ u നമുക്ക് എന്താണെന്ന് അറിയില്ല, hയുടെ വാല്യൂ അറിയില്ല, ആകെ അറിയുന്ന ജിയുടെ വാല്യൂ ആണ്. സോ ഇവിടെ 2 അൺനൗൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് തന്ന മറ്റൊരു കണ്ടീഷൻ എന്താടാ? h/2 വെലോസിറ്റി എത്രയാണ്? 10 m/s എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എടാ നോക്കടാ, v സ്ക്വയർ = u സ്ക്വയർ + 2as. ഇവിടുത്തെ v എത്രയാണ്? 10 അല്ലേ? 10 സ്ക്വയർ = u സ്ക്വയർ, യുടെ വാല്യൂ നമുക്കറിയില്ല, പ്ലസ് 2 ഇൻറ്റു -g ഇൻറ്റു s എത്രയാണ്? ഇവിടെ h/2 അല്ലേ? ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? h/2. നോക്കണത് എത്ര? 100 = u സ്ക്വയർ മൈനസ് ഈ 2ഉം ക്യാൻസൽ, ബാക്കി എന്തുണ്ടാവും? gh. ഇതിനാണ് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇവിടെ നോക്കടാ, ഞാൻ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരും? 100 = u സ്ക്വയർ മൈനസ് gh മൈനസ് 0 = u സ്ക്വയർ മൈനസ് 2gh. 100 - 0 എത്രയാണ്? 100. u സ്ക്വയർ മൈനസ് u സ്ക്വയർ 0 മൈനസ് gh മൈനസ് -2gh എത്ര വരും? പ്ലസ് gh വരും, ശരിയല്ലേ? -gh + 2gh + gh. എടാ, ജിയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്ക്, ശ്രദ്ധിക്കുക. 100 = 10 ഇൻറ്റു h. അപ്പോൾ h എത്ര കിട്ടും? h = 10 മീറ്റർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ഞാൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് നോട്ടീസസ് ത്രൂ ദ വിൻഡോ ഓഫ് ഹൈറ്റ് 1.5 meter. A ball dropped from the roof of the building crosses the window in 0.1 second. What is the velocity of the ball when it is at the topmost point of the window? ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ഒരു വിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഒരാൾ കസാരയിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു, സിറ്റ് ചെയ്യണം. അദ്ദേഹം കണ്ടു അദ്ദേഹത്തിൻ്റെ മുകളിലത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ബോൾ താഴോട്ടേക്ക് വീണു. ഓക്കെ, ഒരു ബോൾ താഴേക്ക് വീണപ്പോൾ ശ്രദ്ധിക്കടാ, ഈ 1.5 meter ഹൈറ്റുള്ള ഈ വിൻഡോ കടക്കാൻ ഏകദേശം എത്ര ടൈം എടുത്തു എന്നാണ് പറയുന്നത്? 0.1 second എടുത്തു ആ ബോൾ. ഓക്കെ, ആ ബോൾ ഈ വിൻഡോ കടക്കാൻ എത്ര ടൈം എടുത്തു? 0.1 second. അങ്ങനെയാണെങ്കിൽ ഇവരെ ചോദ്യം ഇതാണ്, ഇവിടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന്. ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നോക്കടാ. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഹൈറ്റ് അറിയാം. ഹൈറ്റ് ഓഫ് ദ വിൻഡോ എത്രയാണ്? 1.5 meter. അതിനെടുത്ത ടൈം എത്ര? 0.1 second. ഇനി ശ്രദ്ധിക്കടാ, ഇവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ എത്ര ആയിരിക്കും? ജി ആയിരിക്കും അല്ലേ. ജി എന്ന് പറഞ്ഞാൽ എത്ര? 10 meter/s². ഇനി നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ശ്രദ്ധിക്കടാ, v = u + at. അതുപോലെ s = ut + ½ at². അതുപോലെ v² = u² + 2as. എടാ, ഇതിൽ മാച്ച് ആവുന്ന ഇക്വേഷൻ ഏതാണ്? ശ്രദ്ധിക്കട, ഇവിടെ നമുക്ക് 3 ക്വാണ്ടിറ്റീസ് അറിയാം. ഏതൊക്കെ? ടി അറിയാം, ഡിസ്പ്ലേസ്മെൻ്റ് അറിയാം, ആക്സലറേഷൻ അറിയാം. സോ ഇതിൽ ടി ഇല്ലല്ലോ. ഇതിൽ ടി ഉണ്ട്, പക്ഷെ എന്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഏത് ചൂസ് ചെയ്യടാ? രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യും. സോൾവ് ചെയ്യാൻ ഏത് യൂസ് ചെയ്യും? രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് s = ut + ½ at² എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യും. ശ്രദ്ധിക്കടാ, ഇവിടെ എസ് എത്രയാണ്? 1.5 = u. യു എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. നോക്കടാ, ഇവിടെ ചോദിച്ചത് ഈ വിൻഡോയുടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ്. അത് ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി ആക്കി എടുത്തു. ഓക്കെ, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. യു ഇൻറ്റു ടൈം. എടാ, ഇവിടുന്ന് ഈ വിൻഡോയുടെ താഴത്തെ എത്ര ടൈം എടുത്തു എന്നാണ് പറയുന്നത്? 0.1 second പ്ലസ് ½ ഇൻറ്റു ആക്സലറേഷൻ ഇവിടെ എത്രയാണ്? ജി ആണ്, ഇൻറ്റു t². ടി ഇവിടെ എത്രയാണ്? 0.1². ഞാനിവിടെ എന്താണ് ജി മൈനസ് എടുക്കാഞ്ഞത്? കാരണം ശ്രദ്ധിക്കടാ, ഇവിടെ ബോൾ വീഴുന്നത് താഴോട്ടേക്കാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ്? അതും താഴോട്ടേക്കാണ്. രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ പോസിറ്റീവാണ് എടുക്കേണ്ടത്. സപ്പോസ് നമ്മൾ ബോൾ മുകളിലോട്ടേക്കാണ് പോകുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടേക്കായിരിക്കും. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജിയുടെ വാല്യൂ നെഗറ്റീവ് എടുക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നോക്കടാ, ഇത് സോൾവ് ചെയ്ത് നോക്ക്. 1.5 = u × 0.1 + 1/2. ജിയുടെ വാല്യൂ എത്ര? 10 ഇൻറ്റു 0.1² എത്ര? 0.01. ശരിയല്ലേ? എടാ, ഇനി നോക്കടാ, പ്ലസ് 5 × 0.01 = u × എത്ര വരടാ? 5 × 0.01 = 0.05 = u × 0.1 1.5. നോക്കടാ, ഈ ക്വാണ്ടിറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? 1.5 - 0.05 = u × 0.1 കിട്ടി. അടുത്ത എത്ര വരടാ? നോക്കട്ടെ, എത്ര വരും? 1.45 = u × 0.1. സോ u = എന്തായിരിക്കടാ? 1.45 / 0.1. ഇത് എത്ര വരും? 14.5 meter/s വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter/s ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. അപ്പോൾ നോക്കടാ, ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് എറിഞ്ഞു. ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ സം ടൈം വിത്ത് എ വെലോസിറ്റി ഓഫ് 80 meter/s. ദ ഹൈറ്റ് ഓഫ് ദ ടവർ. എടാ, ഇത് എറിഞ്ഞത് 20 meter/s വെലോസിറ്റിയിലാണ്. സോ ഇതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ഇത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്?
80 മീറ്റർ പെർ സെക്കൻഡ്, അത് വി ആണ്. നോക്കടാ, ഈ രണ്ട് ക്വാണ്ടിറ്റീസും നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഹൈറ്റ് ഓഫ് ദ ടവറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 ക്വാണ്ടിറ്റീസ് അടങ്ങുന്ന ഇക്വേഷൻ ഏതാണുള്ളത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. നോക്കടാ, വി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ? 80, അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു യു എത്രടാ? 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇവിടെ ജി പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? നോക്കടാ, ബോൾ താഴോട്ടല്ലേ വീഴുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും എന്തായിരിക്കും? താഴോട്ടായിരിക്കും. സെയിം ഡയറക്ഷനാണ്. സോ ജി എന്തായിരിക്കണം? പ്ലസ് ആയിരിക്കണം. എസ് ഇവിടെ എത്രയാണ്? എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടാ നോക്കടാ, 80ൻ്റെ സ്ക്വയർ എത്ര? 6400 ഈക്വൽ ടു 20യുടെ സ്ക്വയർ എത്ര? 400 പ്ലസ് ജിയുടെ വാല്യൂ 10 ആണ്. സോ 20h എന്ന് കിട്ടി, ശരിയല്ലേ? എടാ, ഈ ക്വാണ്ടിറ്റി എങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 6400 മൈനസ് 400 ഈക്വൽ ടു 20h എന്ന് കിട്ടി. അതായത് 6000 ഈക്വൽ ടു 20h എന്ന് കിട്ടി. എച്ച് എത്ര ആയിരിക്കും? എച്ച് ഈക്വൽ ടു 6000 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു എത്രയാടാ? 300 എന്ന് കിട്ടി അല്ലേ, 300 മീറ്റർ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കർവ്സ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് മോഷൻ ഇൻ 1 ഡയമെൻഷൻ? എടാ, മോഷൻ ഇൻ 1 ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്കടാ, ഫസ്റ്റ് ഗ്രാഫ് നോക്കടാ. ഫസ്റ്റ് ഗ്രാഫിൽ എന്താ പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫാണേ. വെലോസിറ്റി കൂടുന്നു, കൂടി ടൈമിനനുസരിച്ച് ടൈം എത്തിയപ്പോൾ അതെന്താ ചെയ്ത് കുറയാൻ തുടങ്ങി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കടാ. വെലോസിറ്റി ഇങ്ങനെ ഗ്രോ ചെയ്തു, ശരിയല്ലേ? മൂന്നാമത്തെ ഗ്രാഫ് നോക്ക്. മൂന്നാമത്തെ ഗ്രാഫിൽ സർക്കിളാണ് അല്ലേ. ശ്രദ്ധിക്കടാ, ഇവിടെ ഒരു ടൈമിൽ ഈ ടൈം എടുക്കുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്ര? വെലോസിറ്റിക്ക് ഇവിടെയും വാല്യൂ ഉണ്ട്, ഇവിടെയും വാല്യൂ ഉണ്ട്, ശരിയല്ലേ? അപ്പം എറ്റ് എ ടൈം 2 വാല്യൂസ് വന്നു. എറ്റ് എ ടൈം വെലോസിറ്റിക്ക് 2 വാല്യൂസ് വന്നു. സോ ഈ ഗ്രാഫ് എന്തല്ല? കറക്റ്റ് അല്ല. മൂന്നാമത്തെ ഗ്രാഫ് നോക്കടാ. മൂന്നാമത്തെ ഗ്രാഫ് എന്താണ്? വെലോസിറ്റി കൂടി, പിന്നെ നെഗറ്റീവായി, പിന്നെ കൂടി, പോസിറ്റീവ് വെലോസിറ്റി ആയി. സോ ഈ ഗ്രാഫും അലൗഡാണ്. അപ്പോൾ ഏതാണ് അലൗഡ് അല്ലാത്തത്? ഈ ഗ്രാഫാണ്. ഓക്കെ, ഈ ഗ്രാഫ് എന്തല്ല? 1 ഡയമെൻഷൻ മോഷനിൽ അലൗഡ് അല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഒരു ബ്ലോക്ക് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് u ഈക്വൽ ടു 0 ആണ്. അറ്റ് t ഈക്വൽ ടു 0. ലെറ്റ് Sn ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബ്ലോക്ക് ഇൻ ദ ഇൻ്റർവൽ t ഈക്വൽ ടു n-1 ടു t ഈക്വൽ ടു n. ദെൻ ദ റേഷ്യോ ഓഫ് Sn ഡിവൈഡഡ് ബൈ Sn പ്ലസ് 1 ഈസ്. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കടാ. എസ് എന്ന് ഉദ്ദേശിച്ചത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ശരിയല്ലേ? എസ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. Sn എന്ന് ഉദ്ദേശിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് nth സെക്കൻഡ്. എടാ, nth സെക്കൻഡിൽ, ഉദാഹരണത്തിന് തേർഡ് സെക്കൻഡ് അല്ലെങ്കിൽ 4th സെക്കൻഡ്, അതേപോലെ nth സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Sn. ഇവിടെ ചോദ്യം നമ്മളോട് ചോദിച്ചെന്താണ്? Sn ഡിവൈഡഡ് ബൈ Sn പ്ലസ് 1 ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ തേർഡ് സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ 4th സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് Sn എന്താണെന്ന് അറിയണം. ശ്രദ്ധിക്കടാ, Sn nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിക്കടാ, അതിൻ്റെ ഇക്വേഷനാണ് Sn ഈക്വൽ ടു u പ്ലസ് a/2 ഇൻറ്റു ഇൻറ്റു 2n-1. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ്. nth സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ, എടാ നോക്കടാ, നിങ്ങൾ എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, ഇതിൽ ടിക്ക് പകരം നിങ്ങൾ n ആക്കാം. ഓക്കെ, എസ് ഈക്വൽ ടു un പ്ലസ് ഹാഫ് an സ്ക്വയർ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ? ആദ്യം n കാണാം. ഓക്കെ, അതുപോലെ n-1 കാണാം. അതായത് Sn കാണാം, Sn-1 കാണാം. എന്നിന് പകരം n-1 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ Sn മൈനസ് Sn-1 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആയിരിക്കും ഇത്. ഓക്കെ, ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ. എടാ നോക്കടാ, ഇവിടെ ചോദിച്ചത് എന്താണ്?
എസ് എൻ കാണണം അല്ലേ, എസ് എൻ ഇത് തന്നെയാണ്. അതേപോലെ SN+1 കാണണം. SN+1 എങ്ങനെയായിരിക്കും, എന്നിന് പകരം N+1 ഇട്ട് കൊടുക്കാം. സിമ്പിൾ അല്ലേ? നോക്കടാ, എന്നിന് പകരം N+1 ഇട്ട് കൊടുക്കാം. SN+1 എനിക്ക് എത്ര കിട്ടിയത്, U+A/2 × 2n+1. എടാ നോക്കടാ, ഇനി SN ഡിവൈഡഡ് ബൈ SN+1 ചെയ്യാം. SN എത്രയാണ്, U+A/2 2n-1 ഡിവൈഡഡ് ബൈ U+A/2 2n+1 ചെയ്യാം. ഓക്കെ, എടാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്, അതായത് അതിൻ്റെ യു വാല്യൂ എത്രയാണ്, 0 ആണ്. ശരിയല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, U+A/2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ യുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. കാരണം എന്താ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് റെസ്റ്റിലായിരുന്നു എന്ന്. സോ U = 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കടാ, A/2 ഇൻറ്റു 2n-1 നോക്കടാ, A/2 ക്യാൻസൽ ആയി. ബാക്കി എന്താ വരിക, 2n-1 ഡിവൈഡഡ് ബൈ 2n+1. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ടൈം t ഗിവൺ ബൈ. നോക്കടാ, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. നമ്മളോട് കാണാൻ ചോദിച്ചത് എന്താണ്, ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം = 1 സെക്കൻഡ് ആണ്. ശ്രദ്ധിക്കടാ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് തന്നത്, S = 3t³ + 7t² + 14t + 5. എടാ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നത്. നമ്മളോട് കാണാൻ ചോദിച്ചത് ആക്സലറേഷൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നാൽ വിത്ത് റെസ്പെക്ട് ടു t ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അതായത് ശ്രദ്ധിക്കടാ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ 2 ടൈംസ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അതായത് ഫസ്റ്റ് ഒരു വട്ടം ടൈം കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക, അതിനൊന്നുകൂടി എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുക. നോക്കട്ടെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ds/dt ചെയ്യുക ആദ്യം. ഓക്കെ, എടാ ds/dt, അതിന് മുന്നേ നിങ്ങൾക്കറിയാം d/dx ഓഫ് x⁻n എന്താണ്, n × x⁻n-1. ഇതെല്ലാവർക്കും അറിയില്ലേ? സോ നോക്കിക്കോ, ഈ ഫോർമുല വെച്ച് ചെയ്യാൻ പോവാണ്. 3 × d/dt ഓഫ് t³ + 7 × d/dt ഓഫ് t² + 14 × d/dt ഓഫ് t + d/dt ഓഫ് 5. എടാ, d/dt ഓഫ് 5, d/dt ഓഫ് 5 എന്ന് പറഞ്ഞാൽ d/dt ഓഫ് കോൺസ്റ്റന്റ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. d/dt ഓഫ് t³ എത്രയാണ്, ശ്രദ്ധിക്കടാ, d/dt ഓഫ് t³ എത്ര വരിക, 3 × t². ശരിയല്ലേ, 3 × t² വരും. d/dt ഓഫ് t² 2 × t. d/dt ഓഫ് t എന്താ വരിക, 1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര പറ്റൂടാ, ds/dt = 3 × 3t² + 7 × 2t + 14 × 1, അതായത് 9t² + 14t + 14. ഇതാണ് ds/dt. അവിടെ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുക, അതാണ് d²s/dt². എത്ര വരും, 9 × 2t + 14 × 1. ഇതെത്രടാ, 18t + 14 കിട്ടും. എടാ, ഇവിടെ ചോദിച്ചത് അറ്റ് t = 1 ആക്സലറേഷനാണ്. സോ ആക്സലറേഷൻ അറ്റ് t = 1 എങ്ങനെയാണ് ചെയ്യുക, tക്ക് 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, 18 × 1 + 14 എത്രയാണ് വരിക, 32 m/s² കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എ സ്റ്റോൺ ഈസ് റിലീസ്ഡ് വിത്ത് 0 വെലോസിറ്റി ഫ്രം ടോപ്പ് ഓഫ് എ ടവർ, റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 4 സെക്കൻഡ്. ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ്. നോക്കടാ, ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ റിലീസ് ചെയ്തു. അപ്പം u = 0 ആണ്. കാരണം എന്താ, ബോൾ റിലീസ് ചെയ്യുക ചെയ്തത്. ശരിയല്ലേ, വിത്ത് 0 വെലോസിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ u = 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്.
ഇത് താഴെ എത്താൻ എടുത്ത സമയം 4 സെക്കൻഡാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഹൈറ്റ് കാണാനാണ്. എടാ നമുക്ക് ഇവിടെ എന്തെല്ലാം അറിയാം? ഇവിടെ യു അറിയാം, യു ഈക്വൽ ടു 0 എന്നറിയാം, ടി ഈക്വൽ ടു 4 സെക്കൻഡ് എന്നറിയാം. അതുപോലെ ആക്സലറേഷൻ ഈക്വൽ ടു ബോൾ താഴോട്ടേക്കാണ് വരുന്നത്, ജിയും താഴോട്ടേക്കാണ്. എത്ര വരിക? ജി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എടാ ഈ 3 ക്വാണ്ടിറ്റീസുള്ള ഇക്വേഷൻ ഏതാണ് നോക്കടാ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശരിയല്ലേ? ഇതിൽ യു ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. നോക്കടാ എച്ച് ആണ് കാണേണ്ടത്. എച്ച് ഈക്വൽ ടു യു 0 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം ജി ഇട്ട് കൊടുക്കുക, ടൈമിന് പകരം 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ 16 വിച്ച് ഈസ് ഈക്വൽ ടു 80 മീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് എത്രയാണ്? 80 മീറ്റർ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ഓഫ് ലെങ്ത് 150 മീറ്റർ ഈസ് ഗോയിങ് ടുവാർഡ്സ് നോർത്ത് ഡയറക്ഷൻ അറ്റ് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. എടാ എൻ്റെ കയ്യിൽ ഒരു ട്രെയിൻ ഉണ്ട്. ഓക്കെ, ട്രെയിനിൻ്റെ നീളം 150 മീറ്റർ ആണ്. ഇത് നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വരികയാണ്. എ പാരറ്റ് ഫ്ലൈസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് സൗത്ത്. എടാ സൗത്തിലേക്ക് ഒരു പാരറ്റ് എന്ത് ചെയ്യാണ്? ഒരു പാരറ്റ് ഫ്ലൈ ചെയ്യാണ്. അതിന് വെലോസിറ്റി എത്രയാണ്? വി പാരറ്റ് ഈക്വൽ ടു എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ടൈം ടേക്കൺ ബൈ ദ പാരറ്റ് ടു ക്രോസ് ദ ട്രെയിൻ. എടാ ഈ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ പാരറ്റ് എടുക്കുന്ന സമയമാണ് ചോദിച്ചത്. നോക്കടാ ഇവിടെ ക്രോസ് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 150 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് പാരറ്റ് കവർ ചെയ്യേണ്ടത്. പക്ഷേ ഇവ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. നോക്കടാ റിലേറ്റീവ് വെലോസിറ്റി നോക്കുമ്പോൾ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എടുക്കുമ്പോൾ നോക്കടാ വി പി മൈനസ് വി ടി അല്ലേ? വെലോസിറ്റി ഓഫ് പാരറ്റ് എത്ര? 5 മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിന് മൈനസ് എന്നിട്ട് കൊടുക്കും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അല്ലേ? വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? ടൈമാണ്. സോ ടൈം കാണാൻ എന്ത് ചെയ്യണടാ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഒരു പാരറ്റ് ഇങ്ങോട്ടേക്ക് പറക്കുന്നുണ്ട്. ഈ പാരറ്റിന് ഈ ട്രെയിനിൻ്റെ ലെങ്ത് ആയിട്ടുള്ള 150 മീറ്റർ കടക്കാൻ എത്ര ടൈം എടുക്കുന്ന ചോദ്യം. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തുടാ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പാരറ്റ് കണ്ടുപിടിച്ചു അല്ലേ? എന്നിട്ട് ഇതിനടുത്ത ടൈം കാണാൻ നോക്കടാ. എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എത്രയാണ്? 15. സോ എത്ര കിട്ടൂടാ? 10 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം ദ റെസ്റ്റ് ആൻഡ് ആക്സലറേറ്റ്സ് അറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. At t equal to 4 seconds, a ball is dropped out of a window by a person sitting in the car. What is the velocity and acceleration of a ball at t equal to 6 seconds? എടാ ഒരു കാറ് നോക്കടാ, ഇതൊരു കാറാണെന്ന് വിചാരിക്കുക. ഓക്കെ, വലിയ കാറാണ്. ഈ കാറിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ കാറ് സഞ്ചരിക്കുന്ന ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് റെസ്റ്റ് നിന്നാണ് തുടങ്ങിയത്. സോ യു ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ കാറിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കടാ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് എറ്റ് 4 സെക്കൻഡ് വെലോസിറ്റി എത്ര ആയിരിക്കും? എറ്റ് 4 സെക്കൻഡ് വെലോസിറ്റി എത്ര ആയിരിക്കും? യു 0 ആണ് പ്ലസ് എ എത്രയാണ്? 5 ഇൻറ്റു 4 ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അതായത് 4 സെക്കൻഡ് ആകുമ്പോൾ കാറിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഔട്ട് ഓഫ് എ വിൻഡോ ബൈ എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ കാർ. എടാ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തുടാ? ഒരു ബോൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എറിഞ്ഞു. ഒരു ബോൾ പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. അദ്ദേഹം എറിയില്ല, അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ടി ഈക്വൽ ടു 6 സെക്കൻഡ്? എടാ ഒരു ബോൾ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു 4ാമത്തെ സെക്കൻഡിലാണ്. അറ്റ് ടി ഈക്വൽ ടു 4 സെക്കൻഡ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബോൾ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു 6 സെക്കൻഡിൽ ആ ബോളിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനും കാണണം. എടാ നോക്കടാ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ കാറിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്തു അല്ലേ? എടാ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ കാർ മൂവ് ചെയ്യുകയില്ലായിരുന്നു. ഈ കാർ എന്തായിരുന്നു? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിയല്ലേ? അതും വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു മൂവ് ചെയ്തത്. നമ്മൾ ഇനേഷ്യ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇനേഷ്യ എന്താ പറയുന്നത്? ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതേ
രീതിയിൽ തന്നെ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും അൺലെസ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. എടാ ഇവിടെ എയർ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, എയർ എന്തില്ല, പ്രസൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് ഒരാൾ ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോളിനുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കടാ, ഈ വാനിന് അല്ലെങ്കിൽ ഈ കാറിൻ്റെ അതേ വെലോസിറ്റി ആയിരിക്കും ആ ബോളിനുണ്ടാകുക. അതായത് സിംപ്ലി എന്ന് പറഞ്ഞാൽ ഇത് ബോളാണെന്ന് വിചാരിച്ചോ, ആ ബോളിന് 20 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി എങ്ങോട്ടേക്ക് ഉണ്ടാകും, എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകും. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ അതിനെന്തുണ്ടാകും, 20 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി ഉണ്ടാകും. എക്സ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താ, അവിടെ എയർ എന്തില്ല, പ്രസൻ്റ് അല്ല. പക്ഷേ താഴോട്ടേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാകും. ഏതാണ്, ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ടാകും. എടാ നോക്കടാ, ഞാൻ പറഞ്ഞു വി എക്സ് എത്ര ആയിരിക്കും, 20 മീറ്റർ/സെക്കൻഡ്. പക്ഷേ വി വൈ കാണുമ്പോൾ നോക്കടാ, വി വൈ കാണുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ്, യു പ്ലസ് എ ടി. ഇതാണ് വി വൈ കാണാനുള്ള ഇക്വേഷൻ, ശരിയല്ലേ? എടാ യു വൈ ഇനീഷ്യലി വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, അവൻ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ, അന്നേരം വെലോസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. യു വൈ 0 ആണ്. പ്ലസ് എ എത്രയാണ്, ജി ആണ് അല്ലേ, താഴോട്ടൊക്കെ വരുന്നത്, ജിക്ക് ഞാൻ 10 എന്ന് കൊടുത്തു. ഓക്കെ, ടൈം ഇവിടെ 4th സെക്കൻഡിലാണ് അവൻ എന്ത് ചെയ്തത്, ഡ്രോപ്പ് ചെയ്തത്, ശരിയല്ലേ? 4th സെക്കൻഡ് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ചോദിച്ചത് 6th സെക്കൻഡിലെ വെലോസിറ്റിയാണ്. സോ ഇവിടെ എടുത്ത ടൈം എത്രയാടാ, 6 - 4 2 സെക്കൻഡ്, ശരിയല്ലേ? 4th സെക്കൻഡ് ഡ്രോപ്പ് ചെയ്തു, 6th സെക്കൻഡ് എടുക്കുക. അത് അപ്പോൾ അവിടെ ഉള്ള ടൈം ഇൻ്റർവൽ എത്ര, 2 സെക്കൻഡ്. അപ്പോൾ ടിക്ക് ഞാൻ 2 സെക്കൻഡ് കൊടുത്തു. സോ വി വൈ എനിക്ക് എത്ര കിട്ടിയടാ, വി വൈയും 20 മീറ്റർ/സെക്കൻഡ് കിട്ടി. സോ നെറ്റ് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യണടാ, വി ഈക്വൽ ടു vx² പ്ലസ് vy² ചെയ്യാം. എത്ര വരും, 20² പ്ലസ് 20² എത്ര വരും, 400 + 400 വിച്ച് ഈസ് ഈക്വൽ ടു 800 ആണ് വരിക. ഓക്കെ, √800 എത്ര വരിക, അത് ഞാൻ എങ്ങനെ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചോ. 400 × 2 എന്ന് എഴുതി, അതായത് 20√2 മീറ്റർ/സെക്കൻഡ് കിട്ടി. വെലോസിറ്റി 20 √2 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കടാ, ഇതിൽ ഓപ്ഷൻ എയും അല്ല ഓപ്ഷൻ ബിയും അല്ല. ഇനി ചാൻസ് ഏതിനൊക്കെയാണ്, ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ ആണ്. ഇനി നമുക്ക് ആക്സലറേഷൻ ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു എ എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ എന്താണ്, 0 ആണ്, ശരിയല്ലേ? ബോളിന് എ എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ 0 ആണ്. എ വൈ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എത്രടാ, ജി, അതായത് 10 മീറ്റർ/സെക്കൻഡ്² ആണ്. സോ നെറ്റ് ആക്സലറേഷൻ കാണാൻ എന്ത് ചെയ്യണടാ, √ax² പ്ലസ് ay² ചെയ്യുക. ax² 0 ആണ്, പ്ലസ് ay² 10² ഈക്വൽ ടു √100 ഈക്വൽ ടു 10 മീറ്റർ/സെക്കൻഡ്². അപ്പം വെലോസിറ്റി 20√2, ആക്സലറേഷൻ എത്ര, 10. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.